എന്താണ് ഈ ദർസ്? ഈ ദർസ് എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നിട്ട് താമസിച്ചിട്ട് ഓതി പഠിക്കലാണ്. ഞാൻ ദർസിൽ ഓതിയ ആളാണ്. ദർസാണ് എൻ്റെ അടിത്തറ. പിന്നെ ഉപ്പാൻ്റെ ഒരു കർശനമായ നിർബന്ധം ഉണ്ടായിരുന്നു. സ്കൂൾ 2 മാസത്തിന് ലീവായാലും ദർസ് പോകണം. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മളെ കുടുംബത്തിലെ തന്നെ ബന്ധുക്കളൊക്കെ ഉസ്താദുമാരും മുദരിസുമാരും അവരടുത്തേക്കൊക്കെ പറഞ്ഞയക്കും. 2ാം ദർസിൽ വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. രാത്രി 11-12 മണിയാവും ആ ദർസൊക്കെ അവസാനിക്കുമ്പോൾ. കിതാബോധമാണ്. ഭയങ്കര ശിക്ഷയൊക്കെ കിട്ടുമെന്നൊക്കെ കിതാബോധി പഠിക്കുമ്പോൾ നല്ല തലക്കൊക്കെ അടിക്കും ഉസ്താദുമാരും. അങ്ങനെ പെരടിക്ക് അടിക്കും ഉറക്കം വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജാമിയ നൂരിയൻ്റെ വാർഷികത്തിന്, കഴിഞ്ഞ ഒരു വാർഷികത്തിന് ഞാൻ പറഞ്ഞു പ്രസംഗിച്ചപ്പോൾ, എൻ്റെ അറബ് ഭാഷയുടെ പഠനത്തിൻ്റെ അടിത്തറ കോളേജിൽ നിന്ന് അറബി പഠിച്ചതല്ല, ദർസാണ്. ഇപ്പോഴും ആ ദർസിൽ നിന്നിരുന്ന് ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഇങ്ങനെ പോകുമ്പോൾ, ഞാൻ ദർസിലോതിയ മസ്ജിദിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുളം ഇങ്ങനെ കാണുമ്പോൾ, വലിയൊരു കുളമുണ്ട് അവിടെ. രാവിലെ സുബഹിക്ക് എണീറ്റിട്ട് പല്ലേച്ച് സ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്കൊരു കോരിത്തരിപ്പാണ്. അതൊക്കെ അത് അടിസ്ഥാനപരമായ ഇൽമാണത്. ആ യഥാർത്ഥ ദർസിൽ വന്ന ഒരു ഭാഗ്യവാന്മാരാണ്. 40 കൊല്ലം ദർസ് നടത്തുന്ന പണ്ഡിതന്മാർ ഭാഗ്യവാന്മാരാണ്. ലികാന ബാത സാറ അംസാലൈസലൽ മദാമഅക്സുമാലിന്ന മിൻ അമൽ. ഇതൊക്കെ നമ്മൾ ഈ അറബി ഭാഷയുടെ വ്യാകരണം പഠിക്കണം. അൽഇസ്മു ബിത്തൻവീനി വൽ ഈളാഫ കതിബ്തു നഫ്സൻ നൗമൻ സൂലാഫ. തുഹ്ഫ എന്ന കിതാബാണ്. ഇന്നിപ്പോൾ നെഹ്വിൻ്റെ കിതാബൊക്കെ ഒരുപാട് പുരോഗതിയായി. എത്ര പുരോഗതി ആയാലും ആ തുഹ്ഫയുടെ ആ ഒരു ബെയ്ത്ത്, അതിനെപ്പറ്റി ഭയങ്കര തമാശ. കൈ സഞ്ചാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. സഞ്ചാനോദിയ തഞ്ചാരം പിടിച്ചു എന്നാ പറയാ. ഭയങ്കര ടഫായ കിതാബാണ്. അറബിയുടെ ഗ്രാമറാണ്. ഇതെങ്ങനെ ഓതിയിട്ടും മനസ്സിലാകായിട്ട് പണ്ടൊരു മുത്തഅല്ലിമ് ഇത് ഹൗദിൽ കെട്ടിത്താത്തിന്നാണ്. ഇത് തീരെ ഇമ്മാത്തറയിന്ന അസ്ലുഹു തെർഅയ്ന. ഈ ഇമ്മാത്തറയിന്ന എന്നുള്ള വാക്കിൻ്റെ അസ്ല് തെർഅയ്നാണ്. തെർഅയ്ന എങ്ങനെയാണ് ഇമ്മാത്തറയിന്ന ആയി എന്നാണ് ഈ പറയണത്. പറഞ്ഞ് 4 പേജിലൊക്കെയാണ് ഞാൻ